ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയാണ്, കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത്. ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വെക്കേഷനും കൂടി അയക്കണമെന്നും കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത്. അപ്പോൾ അതാ കുക്കിങ്ങിലേക്ക് കിടക്കാണ്ട് ഇന്ന് അകത്ത് വെച്ചിട്ടാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലിരിക്കുന്നത് കടല വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് സോയാ ചങ്ക്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലകളാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സവാള ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് കലക്കിച്ചുട്ടപ്പമാണ് കേട്ടോ. അപ്പോൾ കലക്കിച്ചുട്ടപ്പത്തിനുള്ള ഏകദേശം ചൂടായ വെള്ളത്തിലേക്ക് പൊടി കലക്കുകയാണ്. കൂടെ കുറച്ച് സവാളയും കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 4 പാൻ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ജോലി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ ജോലിക്ക് പോയിരുന്നൊരു ടൈമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ വർക്ക് ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കിച്ചണിൽ വെച്ചിട്ടാണ് എല്ലാ ജോലിയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ 4 വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെയാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 പാൻ വെച്ചിട്ടുണ്ട് കലക്കി ചുട്ട അപ്പത്തിനായിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ആ ചൂടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ അപ്പം ഇങ്ങനെ വിട്ട് പോരും. അപ്പോൾ ഇപ്പുറത്ത് 2 പാൻ വെച്ചിരിക്കുന്നത് ഒന്ന് സോയാ ചങ്ക്സിന് വേണ്ടിയിട്ടാണ്, മറ്റേത് കടലക്കറിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സോയാ ചങ്ക്സിന് കുറച്ചധികം തക്കാളി ചേർക്കും. തക്കാളിയിലാണ് മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുമാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ മസാലകളൊക്കെ സെയിമാണ് കേട്ടോ. അപ്പോൾ സോയാ ചങ്ക്സിന് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലാണല്ലോ സോയാ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ കയറി ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് കടലക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഉച്ചക്കത്തെ കറിയും കൂടി റെഡിയാക്കുന്നത്. എനിക്കിന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഉച്ചക്കത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കുന്നത്. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ മാത്രമേ ഉള്ളൂ. ചോറ് വലിയ ജോലിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് മാത്രം വെച്ചിട്ട് അത് മാത്രം പെൻഡിങ് വെച്ചിട്ട് ബാക്കി എല്ലാ ജോലിയും ഞാൻ തീർത്തു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിണ്ടിയും പരിപ്പും കൂടി ഒരു കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആലിമിന് അംഗൻവാടിയിലാക്കിയതിന് ശേഷം ഞാൻ കടയിലേക്ക് പോയതായിരുന്നു. ആലിമിന് ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് ശരിയായിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വാങ്ങിക്കാനായിട്ട് പോയതാണ്. കൂട്ടത്തിൽ ഇന്ന് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്, നമ്മളുടെ ട്യൂഷൻ സ്റ്റുഡൻസിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചേക്കുന്നത്. കൂടാതെ നമ്മൾ പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുമാത്രമല്ല ആലിമിനും ആഹിലിനും ഉള്ള നമ്മൾ ക്യാപ്പ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആലിമിന് കുറച്ച് ഡ്രസ്സ് മാറ്റി വാങ്ങിക്കാനുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ചത് കുറച്ച് വലിയ സൈസായിരുന്നു. അപ്പോൾ ഇത് പോയിട്ട് കറക്റ്റ് സൈസിനുള്ളത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. സെറ്റായിട്ടുള്ളതും അല്ലാണ്ട് കുറച്ച് ലൂസായിട്ടുള്ള നിക്കറൊക്കെയാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈവനിങ് ആണ്, 4:30 എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. റെഡ് ഇട്ടിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം ആൺകുട്ടികളാണ് കേട്ടോ ട്യൂഷനുള്ളത്. ചെറിയ കുട്ടി തുടങ്ങി 8ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻ്റ് ഉണ്ട് കേട്ടോ. അറ്റത്തിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ചെറുത്. അപ്പോൾ സെലിബ്രേഷനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കൂടി ഒത്ത് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. വെക്കേഷനും കൂടി സ്റ്റാർട്ടായതുകൊണ്ട് ആനുവൽ ഡേ ഒക്കെ നടക്കുമായിരുന്നു ഓരോരുത്തരുടെ മാറി. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊരു വെൽക്കം സ്പീച്ചൊക്കെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവനെ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അവൻ പിന്നെ എന്ത് പറഞ്ഞാലും ഓക്കെയാണ്, പെർഫെക്റ്റായിട്ട് ചെയ്യും കേട്ടോ. പറയണ ഒരു ടൈമിൽ തന്നെ അവൻ നന്നായിട്ടെല്ലാം ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പ്രോഗ്രാംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത് ഓരോ പ്രാവശ്യം, അതായത് കുട്ടികൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ഓരോ പോയിൻ്റായിട്ട് അവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ പോയിൻ്റ് വന്നിട്ട് ഹയസ്റ്റ് വന്നവർക്ക് ഒരു പെൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം കഴിഞ്ഞത്. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്നത് ആദിലിനാണ്. ആദിലിന് ഫസ്റ്റ് പ്രൈസ് പെൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ TP നടത്തുമല്ലോ, TPയിൽ ടോട്ടൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്
എന്ന ആൾക്കാണ് കേട്ടോ അടുത്ത് കൊടുക്കുന്നത്. അത് ആഹിലിനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ 2 പേരുണ്ട്, ആദിൽ, ആഹിലാണ് നമ്മളുടെ കുട്ടി കേട്ടോ. അപ്പോൾ ആഹിലിനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മളുടെ ഈ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന ആളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അവൻ ഇപ്രാവശ്യം 2ലും സെക്കൻഡായിപ്പോയതിന് കാരണമുണ്ട് കേട്ടോ. കുറച്ച് ഉഴപ്പിയതുകൊണ്ടാണ് അവന് സെക്കൻഡായി പോയത്. നിസ്സാരം പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ കുറഞ്ഞു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ അവനായിരുന്നു എല്ലാ പ്രാവശ്യവും വിൻ ചെയ്യുന്നത്. ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെയും പേര് എഴുതിയിട്ട് ഒരു പേര് അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവർക്ക് സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടാമത് സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ അവന് ഞാൻ കൊടുത്തത്, സ്റ്റിയോണ്. അവനാണ് സ്കൂളിലെ കലാപ്രതിഭ. അപ്പോൾ അതറിഞ്ഞപ്പോൾ അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള ചെറിയ മത്സരങ്ങളാണ്. മത്സരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഓരോ 8 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിനും ഓരോ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണോ അവർക്ക് കിട്ടുന്നത് അത് അവർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഏറ്റവും കുഞ്ഞിതാണ് കേട്ടോ ആ നിൽക്കുന്നത്. അവന് കിട്ടിയിരിക്കുന്നത്, അവൻ UKG കേട്ടോ പഠിക്കുന്നത്. അവന് കിട്ടിയിരിക്കുന്നത് ഡാൻസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ ആലിമും കൂടി പോയിട്ട് പെർഫോം ചെയ്യുന്നത് കേട്ടോ. ആലിമിനെ റെഡ് ഇടിപ്പിച്ചതല്ല കേട്ടോ, ആക്സിഡൻ്റലി ഇന്ന് റെഡാണ് അവൻ ഇട്ടിരുന്നേച്ചത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ട് പാടാനും പിന്നെ അതേപോലെ സ്കിറ്റ് ചെയ്യാനും മിമിക്രി കാണിക്കാനും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തു കേട്ടോ. സ്പീച്ച് ആണെങ്കിലും 1 മിനിറ്റ് പറയേണ്ട സ്പീച്ച് ആണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. ആലിമ പാവോട്ടെ, എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റ് ഇരുന്നപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ അവനെ കാണുന്നത്. ശരിക്കും അവനെല്ലാവരുടെയും ഗിഫ്റ്റിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവർക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ ആലിമിന് ഇനിയിപ്പോൾ വരുന്നുണ്ടല്ലോ, തിങ്കളാഴ്ച അവൻ്റെ സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ അവരെല്ലാവരും എന്നെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ അവർക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. പ്ലം കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പ്ലം കേക്ക് കഴിക്കുന്നുണ്ട്. ആലിമ എല്ലാത്തിലും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന് മനസ്സിലായി എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുന്നതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് എല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേക്ക് കഴിച്ചതിന് ശേഷം ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി കുടിച്ചു. അപ്പോൾ എല്ലാവരും പോവുകയാണ് കേട്ടോ. എല്ലാവരും ടാറ്റയെ പറഞ്ഞ് എല്ലാവരും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പോയിട്ടോ. പിന്നെ അവന്മാർ വേഗം ഓടുന്നതിന് കാരണമുണ്ട്, കളിക്കാൻ കൂടിയാണ് കേട്ടോ. എല്ലാം കൂടി ഒരു സെറ്റാണല്ലോ, അപ്പോൾ കളിക്കാൻ കൂടിയാണ് ധൃതി പിടിച്ച് ഓടുന്നത്. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം എനിക്കിവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രാവിലെ വീട് തുടച്ചിട്ടിരുന്നതാണ്. പിന്നെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അറിയാമല്ലോ എന്തായാലും നിലത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് വീട് ക്ലീൻ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാത്രി ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അടുത്ത ഇവിടെ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ കാണാം, അവിടുത്തെ താഴെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്ട് ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത് 3 ദിവസത്തെ കല്യാണമാണ് കേട്ടോ. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസത്തെ കല്യാണമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഡിസംബർ കംപ്ലീറ്റ് നമുക്ക് കല്യാണങ്ങളാണ്. ഇന്ന് ചെറുതായിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പായസമാണ്. ആലിമിന് ഇഷ്ടമായിട്ട് ആലിമും മാഹിലും പായസം കഴിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ കുറച്ച് ആഘോഷങ്ങൾ കാര്യങ്ങൾ. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. വീട്ടുകാരും നമ്മൾ അയൽവക്കം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സൊക്കെ ചേരുമ്പോൾ ഉള്ള ചെറുതായിട്ടുള്ളൊരു ഫംഗ്ഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ ഫംഗ്ഷൻ. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 10 മണിയായിട്ടോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് മൂവിക്ക് പോയേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.